നമ്മുടെ കുറിവാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. നമ്മുടെ ബേർഡൻ എല്ലാം, നമ്മുടെ ഭാരമെല്ലാം കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കണമെന്നാണ്. എഴുന്നേൽക്കുന്നവർ നമ്മുടെ ഭാരമെല്ലാം നമ്മുടെ ഇന്ന് പിടിച്ചു വാങ്ങിച്ച് എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനാണേലും ഈ വിരിപ്പ് കണ്ടാൽ പിന്നെ ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു. പാടി തളർന്നും ക്ഷീണിച്ചും ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ശകലം ഭാരം കൂടെ ഉണ്ടെന്ന് തോന്നുകയാണ്. വേണ്ട, കഷ്ടതയുടെ നടുവിലൂടെ ഇതുപോലെ വാക്ക് പറഞ്ഞ വേറൊരാൾ ഈ മണ്ണിലില്ല. ദൈവത്തിൻ്റെ പണി. 5 വയസ്സാകുമ്പോൾ അമ്മ പറയും, എനിക്ക് നിന്നെ ഈ ഭാരമാണ്, ഏണിന് ഭാരമാണ് പറയുമോ? നൊന്ത് പ്രസവിച്ചാന്നുള്ള വീക്കൊക്കെ അടിക്കുമെങ്കിലും 5 വയസ്സാകുമ്പോൾ പറയും ഭാരം കൂടുന്നതുകൊണ്ട് ഇനി നടന്നു. 60 വയസ്സാകുമ്പോൾ ഗവൺമെന്റ് പറയും ഭാരമാ, വല്ലോം തരാം, അവിടെ ഇരുന്നു. സ്തോത്രം. ആണോ? വേണ്ട, മൗനത. എന്നാ കർത്താവ് പറഞ്ഞു 85 ബലം പകരുന്നവൻ ഞാനാ. വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ പൈ 5 വയസ്സിൽ അമ്മ താഴെ വെച്ചാലും, 60 ഗവൺമെന്റ് താഴെ വെച്ചാലും, 80 മക്കൾക്ക് ഭാരമായാലും സ്വർഗം പറയും എനിക്ക് നീ ഒരു ഭാരമല്ല. ഇനിയും ചിലതൂടെ പിടിച്ചടക്കാനുണ്ട്. ശരീരം ഇങ്ങനെ ക്ഷീണിച്ചാലും അകത്ത് ചിലരെയൊക്കെ അമർത്തുവാനുള്ള ഒരു ബലം ദൈവം പകരുകയാണ്. അല്ലേ? കാലേബൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്തുവായിരുന്നേന്? കാലേബൊക്കെ അങ്ങോട്ട് കയറിച്ചെന്ന് ജനത്തെ എന്തോ ചെയ്തു? അമർത്തി. നരച്ച തല നമ്മുടെ ഇടയിൽ വേണം. അത് പറയല്ലേ, ഞങ്ങളുടെ എല്ലാം കറപ്പിക്കാനുള്ള സൂത്രം ഉണ്ടെന്നാ. സ്തോത്രം. വേണ്ട, ഇത് ശോഭയുള്ള കിരീടങ്ങളാണ്. ഈ ആരംഭത്തിൽ 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ അങ്ങ് പറയുന്നു, ഒന്ന് ബലപ്പെടേണ്ടതിന് വേണ്ടി പറയുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കരിന്തിരിപ്പാത്രം ആശാഭവനിലും ആശ്വാസഭവനിലും കൊണ്ട് കളയല്ലെന്നാണ്. അങ്ങനെ ഉണ്ടോ? കരിന്തിരിപ്പാത്രം ഓൾഡ് ഏജ് ഹോമിൽ തട്ടരുത്. പെന്തക്കോസ്തുകാർ അറിയണം. എൻ്റെ പുസ്തകത്തിലുണ്ട്, വായിച്ചിട്ടുമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, കരിന്തിരിപ്പാത്രം തങ്കം കൊണ്ട് തന്നെ ആയിരിക്കണം. ഒരിക്കൽ അത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അതിലേറ്റു വാങ്ങിയെങ്കിൽ അതിനകത്തെ തിരിക്ക് ഇപ്പം പഴയതുപോലെ കത്താനും കത്തിപ്പിക്കാനും കഴിയത്തില്ലെങ്കിലും പാത്രത്തിന്റെ ശോഭ കുറയരുത്. ഹല്ലേലൂയ. പാത്രത്തിന്റെ ശോഭ കുറയരുത്. ഇപ്പൊ ഹല്ലേലൂയയ്ക്കൊക്കെ ബലം കുറഞ്ഞെങ്കിലും അവര് പറയുന്ന അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് പറയുന്ന ഹല്ലേലൂയയുടെ പവർ പിശാചിന്റെ ലോകത്തെ കിടിലം കൊള്ളിക്കുന്നതാണ്. ദൈവത്തിന്റെ അവരുടെ പ്രാർത്ഥന, അവരുടെ ആരാധന, അവർ നമ്മോടൊപ്പം ഉള്ളത് എത്ര അഭിമാനമാണെന്നറിയാമോ? ദൈവം അവരെ ദീർഘായുസ്സോടെ നമ്മുടെ നടുവിൽ ഇരുത്തട്ടെ. അവരെ ബഹുമാനിക്കാനും അനുസരിക്കാനും താങ്ങുവാനും. സ്തോത്രം. നല്ല താങ്ങു കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു, താങ്ങാൻ. സ്തോത്രം. നമ്മൾ പ്രാപ്തരാണ്, നമ്മൾ ആത്മാവിൽ അറിവുള്ളവരാണ്. അങ്ങനെ ചെയ്യണം. അത് വീട്ടിലായാലും. സ്തോത്രം. നീയും ഞാനും ഇന്ന് അനുഭവിക്കുന്ന, ഇന്ന് ചവിട്ടി നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടി ചോര നീരാക്കിയ സ്തോത്രം വിശുദ്ധന്മാരെ മറന്നു കളയരുത്.
അവരുടെ പ്രാർത്ഥന മറന്നു പോകരുത്. അവരുടെ ഉപദേശത്തിന് ചെവി ചായിക്കണം. അതുകൊണ്ടാ മോശയോട് ദൈവം പറഞ്ഞു, കരിന്തിരിയാണ് എരിയുന്നതെന്ന് തോന്നിയാലും പാത്രത്തിന്റെ മാറ്റ് കുറയരുത്, അത് തങ്കം കൊണ്ട് തന്നെ ആയിരിക്കും. മാതാപിതാക്കൾ നമുക്കൊരു ഭാരമാകരുത്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും കാണുകയും അയ്യോ എന്ന് വെക്കുകയും ചെയ്യുന്ന അനേക കാര്യങ്ങൾ ഇപ്പോൾ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഇത് സംഭവിക്കരുത്. പ്രൈസ് അല്ലോ. ആധാറില്ലാതെ, റേഷൻ കാർഡ് ഇല്ലാതെ, സ്ത്രീധനമില്ലാതെ, ID ഒന്നുമില്ലാതെ ഒരു കൊച്ചു ചാടി കയറി ഒരു വീട്ടിൽ ചെന്നു. അതാണ് ജീവിച്ച് കുത്തുവാള എടുത്തിരിക്കുന്ന വീട്ടിലോട്ടാ ചെന്നത്. ഒരു കുന്തവും ഇല്ല. അവിടെ പേര് രൂത്തെന്ന. ID-യും ഇല്ല, റേഷൻ കാർഡും ഇല്ല. എടി കൊച്ച, നീ റേഷൻ കാർഡും കൊണ്ടാന്നോ വന്നേ? അതൊന്നും എനിക്കില്ലെന്നു. വന്നിടത്തുനിന്നും ഒന്നും കൊണ്ടുവന്നില്ല, നിന്നിടത്തും ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവർ ഒന്നു ചേർന്ന് നിന്നപ്പോൾ പുത്തൻ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ തൊട്ടിട്ടില്ലാത്ത, ഇതുവരെ നടന്നിട്ടില്ലാത്ത, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വലിയ നന്മയുടെ ആഴത്തിലേക്ക് രൂത്തിനെ കൈപിടിച്ചിറക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ കൊണ്ടുവന്നതും കൊണ്ടല്ല, ഇവിടെ ഉള്ളതും കൊണ്ടുമല്ല, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചാൽ പുതുവഴികൾ ദൈവം തുറക്കും, പുതിയ ബന്ധാവുകൾ ദൈവം തുറക്കും. സ്തോത്രം. ആണോ? പിന്നെ അമ്മായിയമ്മമാരോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പണ്ട് ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞാൽ പണ്ട് ഇതുപോലെ മരുമോളായിട്ട് വന്നതാ. ഇപ്പം ഗ്രേഡ് കൂടി അമ്മായിയമ്മ ആയതാ. ആണോ? ഉണ്ടോ? മിണ്ടുന്നില്ല. അതുകൊണ്ട് മോളെ എന്ന് വിളിച്ചോണം. ഇപ്പുറത്തും അപ്പുറത്തും അക്ഷരം വരരുത്. മോളെ എന്ന് മാത്രം വിളിച്ചാൽ മതി. അന്നേരം തിരിച്ചു വിളിക്കും അമ്മേ. വെള്ളമിറങ്ങി ചാങ്ങണേ ഞാൻ ഈ പറയുന്ന മെതേടി വന്നാൽ മതി. എന്തുവാ? വെള്ളം കുടിച്ച് ചാകണമെങ്കിൽ. അന്യഭാഷയൊക്കെ പിന്നത്തെ കാര്യം. ഉള്ള കാര്യം പറയുമ്പോൾ സ്വർഗത്തിലെ പോലെ ഇരുന്നാ ഒക്കത്തില്ല. അന്നേരം നല്ല അന്യഭാഷ പറയണം. സ്തോത്രം. ഇല്ലുകുട്ടി ആൻറ്റിക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടേലും ഇത് തന്നെ ആയിരുന്നു. പൊന്നു ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവകൃപയുടെ പ്രദർശന തലം മണ്ണ. വിണ്ണിച്ചെന്ന അമ്മായിയമ്മയെ സ്നേഹിക്കാനിരുന്ന രണ്ടും കൂടെ അങ്ങോട്ട് പോയാലല്ല ഒക്കത്തുള്ളൂ. ഇവിടെ സ്നേഹിച്ചാൽ ഒന്നിച്ച് അവിടെയും ഇരിക്കാമെന്നേ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് വീടിനകത്ത് ആത്മാവിന്റെ ബലം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി, ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകരുത്, ഒരുവനാൽ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. തമ്മിൽ പ്രബോധിപ്പിച്ച്, തമ്മിൽ ആശ്വസിപ്പിച്ച്, രണ്ടുപേരുടെയും ഭാരം യഹോവയുടെ മേലിട്ടുകൊണ്ട് ഒന്നിച്ച് മുഴങ്കാൽ മടക്കി, ഒന്നിച്ച് ആരാധിച്ച്, ഒന്നിച്ച് സന്തോഷത്തോടെ പോകാനിടയാകും. ഞാനും ഇന്ന് രാത്രി 3 ഭാരം പറഞ്ഞ് ചിരിക്കാൻ പോവാ. ഭാരത്തിന്റെ കെട്ടഴിച്ചാൽ ഇവിടുന്ന് നിൽക്കാനൊക്കത്തെ. ഇപ്പം 3 കേട്ടല്ലോ. എന്നാ അടുത്ത 3 കൂടെ നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തേത് പാപഭാരം. പാപഭാരം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി കാൽവറിയിൽ നിൽക്കേ എന്തിനാ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവനായ യേശു നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കേ നിങ്ങൾ മയങ്ങിയിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എന്തിനാ? ഒരു കൂട്ടർ കിഴക്കോട്ട് ഓടുന്നു, ഒരു കൂട്ടർ പടിഞ്ഞാട്ട് ഉരുളുന്നു, ഒരു കൂട്ടർ കൊണ്ടുകൊടുക്കുന്നു. ആകെ ബഹളമാണ്.
പക്ഷേ കർത്താവ് പറഞ്ഞു മറ്റൊരുത്തനിലും, അപ്പോസ്തലപ്രവൃത്തി 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ, എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ, യേശുവല്ലാതെ മറ്റൊരു നാമമില്ലെന്ന്. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ വായിൽ വീണ്ടെടുപ്പിന്റെ സന്തോഷമാണ്. ആണോ? രക്ഷയുടെ സന്തോഷമാണ്. പക്ഷെ നമുക്ക് സന്തോഷം വരണമെങ്കിൽ ഇങ്ങനൊന്നും പറഞ്ഞാൽ നമുക്ക് സന്തോഷം വരത്തില്ല. നമുക്ക് സാത്താനെ കുറിച്ച് 4 കാര്യം പറയുമ്പോൾ നമുക്ക് എന്നോ കയ്യടിയാന്നറിയാം. തമ്പുരാൻ ക്രൂശിക്കപ്പെട്ടെന്ന് പറയുമ്പം വാ തുറക്കുകയില്ല. ഇതാരാ ഇതെല്ലാം ഇങ്ങനെ തിരിച്ചെന്നറിയാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 46 വർഷമായി ഈ വയലിലുണ്ട്. അന്നൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം പറയുമ്പോൾ ഹല്ലേലൂയ, എന്തോ ഒരു അനുതാപമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. അത് ലോകം തരുന്നതല്ല, ലോകത്തിന് എടുക്കാൻ കഴിയുന്നതല്ല. ഓ ഹല്ലേലൂയ, ദാനമായി തന്നതാ രക്ഷ. ആണോ? ഒരു ഉദാഹരണം ദൈവമക്കളായതുകൊണ്ട് ഞാൻ പറയുകയാണ്. രക്ഷയുടെ ടിക്കറ്റ് എടുത്ത് ഈ സ്വർഗീയ വണ്ടിയിൽ കയറിയ നമ്മളോട് അതിന് ചേർന്നൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മളാന്നേലും ടിക്കറ്റ് എടുത്ത് വണ്ടിയെ കയറിയാൽ ആർക്കും സെൻറ്ററിൽ ഇരിക്കാൻ ആദ്യം ഇഷ്ടമില്ല. എവിടെ ഇരിക്കണം? സൈഡിലിരിക്കണം. എന്തിനാണെന്നറിയാമോ? ഇവിടുന്ന് കയറി ഇരിപ്പ് സുഗമമാക്കിയാൽ ഒന്നുകിൽ ഉറങ്ങണം, അല്ലെങ്കിൽ തെങ്ങേലും പ്ലാവേലും മാവേലും ഇരിക്കുന്ന മമ്മൂട്ടിയെ കണ്ടോണ്ട് അവിടെ വരെ പോണം. ഇരിപ്പ് വണ്ടിക്കകത്താന്നേലും കയ്യും തലയും വെളിയിൽ. ചെന്നിറങ്ങുന്നിടത്ത് ചെല്ലുമ്പോൾ ഏത് രണ്ടുമില്ല. ഇപ്പൊ സഭാഗോളിലും ഇത് രണ്ടുമില്ല. എന്തോ രണ്ടുമില്ല? എൻ്റെ കൂടെ നിന്നോണം ഇന്ന് പോയി പറ്റി നടക്കണമെങ്കിൽ. എന്തോ രണ്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കൈ കൊണ്ടുവന്നിട്ടുള്ളവർ പൊക്ക് അടിക്ക്. കയ്യും തലേ എവിടെ ആയിരുന്നു? കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് രക്ഷയുടെ സന്തോഷം അകത്തു വരുമ്പോൾ ആരും പറയാതെ നിന്റെ കരം അടിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം, സ്തോത്രം. പിന്നെ ഈ വണ്ടിയെ വേറൊരു കൂട്ടരുണ്ട്. കയറുമ്പം ഒരു ടിക്കറ്റൊക്കെ നല്ല ഭദ്രമായിട്ട് എത്രയും ചുരുട്ടാമോ അത്രയും ചുരുട്ടി ചിലർ ചെവിയുടെ പുറകിൽ വെക്കും, ചിലർ വാച്ചിനിടയിൽ വെക്കും, ചിലർ ഈ കയ്യെത്താത്ത ബായിനകത്തോട്ട് താക്കും. പിന്നെ ഇതെവിടാ വെച്ചെന്നറിയാൻ വയ്യ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയത്തിൽ വന്നോണം. പിന്നെ സുഖമായിട്ട് ഇരിക്കും. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ആരേലും ഒരാളൊന്ന് കൈ കാണിക്കുമ്പോൾ, ഡ്രൈവർ ഒരു ചവിട്ടി ചവിട്ടുമ്പോൾ മൂക്കി എന്ന് മുന്നിലിടിക്കും. ആരോടാ ദേഷ്യം? നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ കയറിയാൽ പിന്നെ ആ വണ്ടിയിൽ ആരും കയറല്ലെന്ന്. എങ്ങും നിർത്തരുത്, ഇത് നടക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മയും കുഞ്ഞും കയറും, ഇടയ്ക്കിടയ്ക്ക് മറ്റു പലരും കൈ കാണിക്കുന്ന വണ്ടിയായത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, അങ്ങ് കാസർഗോഡ് വരെ, ഹല്ലേലൂയ, മാത്രമല്ല ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടുന്ന വണ്ടിമേൽ. സ്വത്രം 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 സ്വത്രം.
ഹല്ലേലൂയ. ഇതേൽ കുലുക്കമാ അല്ലേ? അന്നേരം മേല് നൊന്താൻ നമ്മൾ നിയന്ത്രിക്കുന്നവരോട് ഇച്ചിരി ദേഷ്യപ്പെടും, അവർ കേട്ടില്ലേലും. ഇതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്തോണ്ടിരിക്കുന്നത്. മേല് നോവുമ്പോൾ നമുക്കെന്താ വരും? വരും. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ സ്റ്റോപ്പിൽ അല്ലാത്തിടത്തൊരുത്തൻ കൈ കാണിച്ചു. ബസ് സ്റ്റോപ്പിൽ അല്ലാത്തിടത്തൊരുത്തൻ കൈ കാണിച്ചു. ഡ്രൈവർ ഒറ്റ ചവിട്ടി അവിടെ നിന്നു. 2 പേര് കയറി. സ്തോത്രം. വണ്ടി മൊത്തം നോക്കി. ടിക്കറ്റ് ഇല്ലാത്തവനെ എല്ലാം നോട്ട് ചെയ്തു. (2024) വണ്ടിയിൽ ചെക്കർ കയറും കേട്ടോ. 2024 ടിക്കറ്റ് പോയതിനെ മുഴുവൻ എണ്ണത്തിനെയും റെയ്ഡ് ചെയ്ത് പിടിച്ചിരിക്കും. ജഡീക ഉല്ലാസത്തിന് കണ്ണു പോയിടത്തൊക്കെ ഹൃദയം പോയിടത്ത്, ഹൃദയത്തെയും കൊണ്ടുപോയിടത്ത്. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ ഒന്നും കയ്യിൽ എന്തോ ഇല്ല. സൂക്ഷിച്ചു. ഇടയ്ക്ക് എവിടെയും ഒരു ചവിട്ടി നിൽപ്പുണ്ട്. അവിടെ ചാടിക്കേറിയാൽ ആ വണ്ടിക്കകത്തോട്ട് നിങ്ങളൊന്ന് നോയിക്കേ. ചെവിയെ തപ്പുന്നു, വാച്ചയെ തപ്പുന്നു, വായി തപ്പുന്നു. ഈ തപ്പ് കാണുമ്പോഴേ ചക്കർക്കറിയാൻ കയ്യിൽ നിന്ന് പോയി കാര്യമൊന്നും. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എടുത്താരുന്നു. അതറിയാമല്ലോ, എടുത്താരുന്നറിയാമല്ലോ. സ്തോത്രം. അതിൻ്റെ കീഴേൽ ഒരു കൊച്ചു സെന്റൻസ് എഴുതിയിട്ടുണ്ട്, അതാരും വായിച്ചില്ല. കണ്ടോ? സ്തോത്രം. യാത്രാവസാനം വരെ ഒരു മാസയോഗം കഴിയുമ്പോൾ ടിക്കറ്റ് കയ്യിൽ നിന്ന് പോകരുത്. ഒരു ക്യാമ്പ് കഴിയുമ്പോൾ ടിക്കറ്റ് കയ്യിൽ നിന്ന് പോകരുത്. ഒരാരാധന കഴിയുമ്പോൾ, ഒരു കമ്മിറ്റി കഴിയുമ്പോൾ, ഒരു പൊതുയോഗം കഴിയുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാ. ഇത് സൗജന്യമാ. യഹൂദന് രാജ്യത്തിന്റെ സുവിശേഷം, ജാതികൾക്ക് രക്ഷയുടെ സുവിശേഷം, ദൈവസഭയ്ക്ക് തേജസ്സിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തെ 3 അങ്ങോട്ട് വേർതിരിച്ച് 3 മണ്ഡലങ്ങളിലും പറഞ്ഞു കഴിയുമ്പോൾ ഒരുത്തരും ഇതിനകത്ത് ഉൾപ്പെടാതെ മാറുന്നില്ല. ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി അല്ലെങ്കിൽ ആദാം ചെയ്ത പാപത്തിന്റെ ഫലമായി ഒരു വാക്യം പറഞ്ഞു ഞാൻ വിടുകയാ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി ചേർന്നു. സ്തോത്രം. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ഇവിടെ ഒരുത്തർക്കും കഴിയാതെ വന്നപ്പോൾ സ്വർഗം പറഞ്ഞു, ഞാൻ കൊടുക്കാം വില. നമുക്കൊരു പകരക്കാരനുണ്ട്. യാഗങ്ങൾ കൊണ്ട് നടക്കയില്ല, കർമ്മങ്ങൾ കൊണ്ട് നടക്കയില്ല. സ്തോത്രം. ഒരുവൻ തകർന്നേ മതിയാകെയുള്ളൂ. എന്നെ തകർക്ക ഞാനും നിങ്ങളും തകരപ്പെടേണ്ട ഇടത്ത് യേശു കയറി നിന്ന് പറഞ്ഞു, നിങ്ങൾ തകരണ്ട, സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പ്രൈസ് ദി ലോർഡ്. പാപഭാരവും പേറി നടക്കണ്ട. 1 യോഹന്നാൻ 5 അവസാനം വായിക്കുന്നു, മരണത്തിനുള്ള പാപം, മരണത്തിനല്ലാത്ത പാപം. മരണത്തിനുള്ള പാപം ചെയ്താൽ, പാപം ചെയ്യരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? വിശ്വാസിയോട് പറയുക, ഇന്ന് രാത്രി ഇവിടെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കാത്ത
സ്തോത്രം. ആരെങ്കിലും ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഒരൊറ്റ അവസരം വരികയാ. നീ എങ്ങും പോവണ്ട. നിന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് വിടുവിച്ച് നിത്യതയ്ക്ക് നിന്നെ യോഗ്യനാക്കുന്ന ഒരൊറ്റ മെതയുടെ യേശുവേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയുമ്പോൾ സ്വർഗം തുറക്കും, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. അതിൽ എഴുതി കാണാത്ത ഏവനെയും കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടും. കാൽവറിയിൽ ഇറക്കി വെക്കുവാൻ ഒരവസരമുണ്ടെങ്കിൽ ഇതും ചുമന്നുകൊണ്ട് നടക്കുന്ന എന്തിനാ? വേദപുസ്തകത്തിൽ വേറൊരു സഹോദരനുണ്ട്. നമ്മളെല്ലാം കൂടെ കൊച്ചന് മുടിയംപുത്രൻ എന്ന് പേരിട്ടു. അതെന്തിനാണെന്നറിയത്തില്ല, അതാരായിട്ടെന്നും അറിയത്തില്ല. കയ്യിലിരിപ്പ് കൊണ്ട് വീണ് കിട്ടിയ പേരാ. അവന് കാശ് വാങ്ങിച്ച് ദൂരെ പോയി. അങ്ങനെ ഒരു വിവേചനം വരികയാ കേട്ടോ. ഒരപ്പന് 2 മക്കൾ. ഒരുത്തൻ അപ്പനോട് ചിലത് ചോദിച്ചു വാങ്ങി. ദാനം കൊടുക്കാൻ അപ്പൻ വേണമായിരുന്നു. പക്ഷേ പിന്നീടുള്ള ഒരവസരത്തിലും അവൻ അപ്പനോട് ആലോചന ചോദിച്ചില്ല. അവൻ ദൂരത്തേക്ക് പോയി. അപ്പനിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ദാനം സ്വന്തം ജഡത്തിന്റെ ഉല്ലാസത്തിനും സ്വന്തം മനസ്സിന്റെ ഉല്ലാസത്തിനും കൂട്ടുകാർ കൂടി, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ അവൻ ഉപയോഗിച്ചു. അടിയും പൊളിയും എല്ലാം കഴിഞ്ഞപ്പോ തവിട് തിന്നാനും പോലും പൈസ ഇല്ലാതെ വന്നു. സ്തോത്രം. അവന് തോന്നി ഈ പോക്ക് വേണ്ട, തിരിച്ചു നടക്കാം. അപ്പന്റെ വീട്ടിൽ നിന്ന് ഒരു കാലത്ത് സന്തോഷം അനുഭവിച്ച, നന്മ അനുഭവിച്ച, വചനം പഠിച്ച, ദൈവവചനം കേട്ടിട്ടുള്ള, രക്ഷാവാചകം ചൊല്ലിയിട്ടുള്ള ആരെങ്കിലും ഇന്ന് രാത്രി അപ്പന്റെ സാന്നിധ്യം വിട്ട്, അപ്പന്റെ വീട് വിട്ട്, അപ്പന്റെ സന്തോഷം വിട്ട്, ആ ഹൃദയത്തിന് ദുഃഖം വരുമാറ് അവനെ ക്രൂശിക്കുന്നവരായി, ആ നിയമത്തിന്റെ രക്തത്തെ ചവിട്ടുന്നവരായി, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരായി, ലോക സുഖങ്ങളിലേക്ക്, ജഡീക ഉല്ലാസങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ക്യാമ്പോടുകൂടി തിരിച്ചു വാ. നീ മടങ്ങി വരാൻ തീരുമാനിച്ചാൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട്. നിന്റെ വസ്ത്രത്തിലെ ചെളി അവൻ ചോദിക്കയില്ല. ഹല്ലേലൂയ. ഏതൊക്കെ ഹോട്ടലിലാ പോയെന്ന് ചോദിക്കയില്ല, കാശ് എന്തിയെന്ന് ചോദിക്കയില്ല, നീ എന്റെ ഏറ്റുവാങ്ങിയത് എന്തിയെന്ന് അപ്പൻ ചോദിക്കയില്ല. ആ അപ്പൻ പറയും, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ തിരിച്ചു വന്നു. ദൈവത്തിന്റെ ജനമേ, കരുതുന്ന ഒരപ്പൻ, വീണ്ടും സ്നേഹിക്കുന്ന ഒരപ്പൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ ഈ പാപഭാരവും ചുമന്നു നടക്കുന്നത്? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തെ ഭാരം, ജീവിത ഭാരം. സ്തോത്രം. എന്തുവാ? ജീവിതഭാരം. ഈ ആവേശം കയറി കർത്താവിന്റെ പുറകെ ശിഷ്യന്മാരെല്ലാം കൂടി ചാടി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം. ഉള്ള ജോലിയെല്ലാം കളഞ്ഞ് ചാറിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്ത് തിന്നും? ഇപ്പൊ എന്തോ തിന്നണമെന്ന അല്ലേ? എന്തു തിന്നും, എന്തു കുടിക്കും, എവിടെ വസിക്കും, എന്തുടുക്കും, ഇത്രയും കാര്യമാണ്. അപ്പൊ കർത്താവ് എന്തോ ചെയ്തു? ജീവിതഭാരം വല്ലാതെ അങ്ങോട്ട് അക്ഷരത്തിലൂടെ യേശുവിൻ്റെ അടുക്കലോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, ആണ്ട് ആ മരക്കൊമ്പയിലിരിക്കുന്ന കാക്കയെ നോക്കാം. നമുക്ക് ഈ വിധ കാര്യങ്ങളില്ല, കാരണം ഫോണിൽ നിന്ന് തലപൊക്കിയാലേ കാക്കയെ കാണാനൊക്കത്തുള്ളൂ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നോക്ക്.
അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്തോ ചെയ്തോണം, കാക്കയെ നോക്കണം, ചുറ്റുപാട് നോക്കണം, ഇല്ലെങ്കിൽ പക്ഷി ലോകത്തെ നോക്കണം. ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, മൃഗങ്ങളോട് ചോദിക്കേ, അവ നിനക്ക് ജ്ഞാനം പറഞ്ഞു തരും. സ്തോത്രം. പക്ഷിയോട് ചോദിച്ച് യേശു പറഞ്ഞു, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ. ഞാൻ ചോദിച്ചു, കർത്താവേ, കൊള്ളാവുന്ന ഒരു പ്രവചനം പറഞ്ഞിരുന്നേ എത്ര നല്ലായിരുന്നു. മകനെ, ഭാരപ്പെടണ്ട, ഞാൻ പോകാൻ ഇനി കുറച്ച് നാളൂടെ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഗലീലയിൽ ഒരു 2 നില ഞാൻ. അത് പറയുന്നതായിരുന്നു ഒരാശ്വാസം. അല്ലേ? വേണ്ടാന്നല്ല, ഇതൊക്കെ കർത്താവ് തരുന്നേ വാങ്ങിച്ചോണം, അതൊന്നും നമ്മൾ പ്രശ്നമല്ല. പക്ഷേ ആകുല ചിന്തയും ജീവിതഭാരവുമായി യേശുവിൻ്റെ പിന്നാലെ ചെന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, കാക്കയെ നോക്ക. രണ്ടാമത് പറഞ്ഞ എന്നാ? താമരയെ. നമുക്കൊക്കത്തില്ല. ഇത് ഉറക്കത്തിൽ പോലും വന്നെങ്കിൽ ഉടനെ ചാടി എണ്ണിച്ച് BJPയുടെ പോരാട്ടത്തെ നമ്മൾ എന്തോ ചെയ്യും? ശ്വാസിച്ചു ഫൽസിച്ചു വകവരുത്തും. താമര കാണിക്കാനേ ഒക്കത്തില്ല, സ്വപ്നത്തിൽ പോലും. ആകുലതയുള്ള ദൈവത്തിൻ്റെ പൈതലേ, താമരയെ നോക്ക. ചെളിക്കുണ്ടിൽ നിന്ന് ആരും ധരിപ്പിക്കാത്ത സൗന്ദര്യവുമായി സൂര്യനെ നോക്കി മുകളിലേക്ക് തൻ്റെ മേൽ മൂടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ പവറിനെ അതിജീവിച്ചുകൊണ്ട് ഒരു മനുഷ്യ കരവും തൊടാതെ അത് വരുന്ന വരവ് കണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും കളയല്ലേ. ഭാരമൊഴിഞ്ഞെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ജീവിതഭാരം ഇന്നുമുണ്ട്, ഇല്ലയോ? ജീവിതഭാരം ഇന്നുമുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കർത്താവ് പഠിപ്പിച്ചു വന്നപ്പോ വയറിന്റെ കാര്യം എവിടെയാ പഠിപ്പിച്ചത്? സെന്ററിൽ. നമ്മുടെ സൃഷ്ടിയിലും വയറെവിടാ? സെന്റർ. പക്ഷെ ഇപ്പോഴത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ വയറ് തലയിലാന്ന് തോന്നുന്നു. 1ാം സ്ഥാനം എന്തിനാ? വയറിന. നിങ്ങൾ വിചാരിക്കും ഇവരെ എവിടുന്ന് കൊണ്ടുവന്നല്ലേ? ഇവിടൊക്കെ തന്നെ ഉള്ളതാ. ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാ വെളിപ്പെടുന്നത്. പ്രാർത്ഥനയെ പോലും ആദ്യം എന്തുവാ പറയുന്നേ? അപ്പാന്ന് വിളിച്ചേച്ച് വയറ്, എൻ്റെ വയറിൻ്റെ കാര്യം. കർത്താവ് പറഞ്ഞു, അത് നടുക്കോട്ട് നിൽക്കട്ടെ, അത് തലയിലോട്ട് വരണ്ട. ആദ്യം നീ അന്വേഷിക്കേണ്ടത് അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കേ. അതോടുകൂടെ വയറിന്റെ കാര്യം റെഡിയാകും. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ അസ്വസ്ഥകളും യേശുവിന്റെ നാമത്തിൽ വിട്ട് എന്ന് കൽപ്പിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതഭാരം അതെന്തുമായിക്കൊള്ളട്ടെ, സ്തോത്രം. ജീവിതത്തിൻ്റെ ഒരു ഭാരം വന്ന ജപ്തി നോട്ടീസ് വീടിന്മേൽ ഒട്ടിച്ച ഒരു കുടുംബം വേദപുസ്തകത്തിലുണ്ട്. അത് ഒട്ടിക്കാൻ വരുന്നതിന് മുൻപ്, ഒട്ടിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ, പിടിച്ചോണ്ട് പാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ, എന്നെയും എൻ്റെ തലമുറയെയും മക്കളെ പിടിച്ചോണ്ട് പാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് ജീവിതഭാരം ദൈവസന്നിധിയിൽ അർപ്പിച്ച ആ വിധവയുടെ വീടിന്റെ വാതിൽക്കൽ, സ്വത്രം, സ്വത്രം, സ്വത്രം. ശത്രു ഉദ്ദേശിച്ചത് എഴുതിയില്ല,
ശത്രു ഉദ്ദേശിച്ചത് ഒട്ടിച്ചില്ല. വേറെ ഒരു നോട്ടീസ് അവിടെ തൂങ്ങി, എണ്ണ വിൽക്കാനുണ്ട്. ജീവിതഭാരമുള്ള ആ സഹോദരി അയലോക്കത്ത് എന്ന് ചോദിച്ചപ്പോൾ കടം കയറി നശിച്ചു കിടന്നിട്ടും കടം കൊടുക്കാൻ നാട്ടുകാർ തയ്യാറായി. നല്ല സാക്ഷ്യം വഹിച്ച സഹോദരി, അതുകൊണ്ടാണ് അവൾ കൊടുത്തത്. ആ വീടിന്റെ വാതിൽക്കൽ മറ്റൊരു നോട്ടീസ് ഒട്ടിക്കാൻ പ്രവാചകൻ ശുശ്രൂഷിച്ച, അല്ലെങ്കിൽ സേവിച്ച, ആരാധിച്ച, ആശ്രയിച്ച ദൈവം സമ്മതിച്ചില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ തലമുറയെ തൊടാൻ, പിടിച്ചോണ്ട് പോകാൻ, ആമീൻ, ഏതെല്ലാം ശക്തികളാണ് പുറത്തു നിൽക്കുന്നത്? ജാതീയ ശക്തികൾ, ആമീൻ, മദ്യത്തിന്റെ ശക്തികൾ, മയക്കുമരുന്നിന്റെ ശക്തികൾ, കൂട്ടുകാരിലൂടെ, നാട്ടുകാരിലൂടെ, വ്യത്യസ്ത മേഖലകളിലൂടെ നിന്റെ തലമുറയെ പിടിച്ചോണ്ട് പോകാൻ വരുമ്പോൾ സമ്മതിച്ചില്ല. അടുത്തത് ശുശ്രൂഷാഭാരം. ശുശ്രൂഷാഭാരം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സങ്കടം. എൻ്റെ ദൈവമേ, ഇതിനെയെല്ലാം വഹിക്കാൻ ഞാൻ ഇതിനെയെല്ലാം എന്തോ ചെയ്ത സ്വിച്ച് പോ. ഈ മോശയ്ക്കുള്ള 1-2 കുഴപ്പം, മോശയുടെ കൂടെ സംഭവിച്ച ശുശ്രൂഷയ്ക്ക് ഭാരം വരുത്തിയ ചിലർ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ആദ്യത്തെ പ്രശ്നം അഹരോനായിരുന്നു. എല്ലാത്തിനും കൂടുണ്ടേലും ദൈവം മോശയോട് പറഞ്ഞു, കുറച്ച് ദിവസം എൻ്റെ അടുക്കലോട്ടൊന്ന് കയറി വാന്ന് പറഞ്ഞു. മോശ BSNL ഓഫ് ചെയ്തു, ജിയോ ഓഫ് ചെയ്തു. ഇപ്പം 3-4 സിം അല്ലയോ, എല്ലാം ഓഫ് ചെയ്തു. എന്നിട്ട് നേരെ എങ്ങോട്ട് പോയി? പർവ്വതത്തിലേക്ക് കയറി. എൻ്റെ കൂടെ വന്നോണം, സമയമില്ല, 8 മണിയാകാൻ തുടങ്ങുക. നിങ്ങളെക്കാൾ ധൃതി എനിക്കുണ്ട്. നീ അങ്ങ് ആറന്മുള വരെ പോകണം. ഇതെല്ലാം ഓഫ് ചെയ്തേച്ച് ഹൂറിനോടും അഹരോനോടും പറഞ്ഞു, എല്ലാം നോക്കിക്കണ്ട് ചെയ്തോണം. ഇപ്പോഴത്തെ ഹൂറിനെ അഹരോനെ ഒന്നും അങ്ങനെ ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. 10-20 ദിവസം കഴിയുമ്പോൾ വരുമ്പോൾ കസറ കാണത്തില്ല, ഹൈജാക്കി ചെയ്ത് കളയും. കാരണം ഇപ്പോൾ അക്കൂറിയത്തിലാണല്ലോ മീൻപിടുത്തം. എവിടാ? അക്കൂറിയത്തില്ല മീൻപിടുത്തം. അതാകുമ്പോൾ ഇത്രയേ ഉള്ളൂ, വല മതി. ഇങ്ങനെ വീശിയൊന്നും എന്ത് ചെയ്യണ്ട, എറിയണ്ട. കൊമ്പുള്ളതും തെന്നലുള്ളതും ഒന്നും വേണ്ട. കൊള്ളാവുന്നതും കാണാൻ കൊള്ളാവുന്നതും ഒരു പൊലിപ്പുള്ളതും ഒക്കെ അക്വേറിയത്തിലുണ്ടല്ലോ. എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പോഴാ ട്യൂബ് ലൈറ്റ് പോലെ കത്തി വരുന്നേ ഉള്ളൂ. ഇട്ടും ഉടനെ കത്തുകയില്ല, ഒരു 2 മിനിറ്റ് കഴിഞ്ഞേ എന്ത് ചെയ്യത്തുള്ളൂ, കത്തുള്ളൂ. അഹരോൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മോശ എന്തോ ചെയ്തു, ഇതെല്ലാം ഓഫ് ചെയ്ത് താഴെ വെച്ചേച്ച് എങ്ങോട്ട് കയറിപ്പോയി? പർവ്വതത്തിൽ കയറിപ്പോയി. എനിക്കവിടെ പ്രധാനപ്പെട്ടായിട്ട് തോന്നിയത് 6 ദിവസം യഹോവ മിണ്ടിയില്ല. എന്തുവാ? വേദോസ്തവത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 6 ദിവസം മിണ്ടിയില്ല. എൻ്റെ ദൈവമേ, എത്ര ലക്ഷം വിശ്വാസികളുണ്ട്. ഏറ്റവും വലിയ ശുശ്രൂഷ മോശ ചെയ്യുന്ന ശവമടക്ക ശുശ്രൂഷയാ. ആണോ? ചേടാ, ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് മന്ന പൊഴിയുക, തിന്നുക, ചാകുക, വെള്ളം കുടിക്കുക, ചാകുക. കാരണം കയ്യിലിരിപ്പ് കൊണ്ടാ, വെള്ളത്തിന്റെ അശുദ്ധി കൊണ്ടല്ല. കാരണം നല്ല മന്ന വീണാലും പിറുപിറുപ്പ്, ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ദുരാഗ്രഹം ഇതെല്ലാം ചേർത്ത് എൻഡോസൾഫാനും എല്ലാം ചേർത്താ ഇത് കടിക്കുന്നതാ.
ശക്തന്മാരുടെ ഭോജനമാ കൊടുത്തത് അല്ലേ? മട്ടൂറിയ വീഞ്ഞാ കൊടുത്തത്, മൃഷ്ടാന്ത ഭോജനമാ കൊടുത്തത്. പിശാചിനെ തകർക്കത്തക്കവണ്ണം ആത്മീക പുഷ്ടി വരത്തക്ക മന്നയാണ് കൊടുത്തത്. പക്ഷേ വൈകൃതമുള്ള അനാരോഗ്യമുള്ള ഒരു തലമുറ മരുഭൂമിയിലൂടെ പോകുകയാണ്. എന്നാ കാര്യം? വീണത് നല്ല മന്നായാന്നെങ്കിലും ഇവരുടെ അകത്തിരുന്നതൂടെ കൂട്ടിച്ചേർത്തപ്പോ തിന്നിട്ട് വിരൂപമായി. പോട്ടെ, സമയമില്ല. അവിടെ ചെന്ന് 6 ദിവസം മിണ്ടിയില്ല. നമ്മളായിരുന്നു എന്തോ ചെയ്തേനെ? ആ ഏറിയയിലുള്ള സകല ഭൂതത്തെ ശാസിച്ച് പർവ്വതദേവനെ ചുറ്റിയടിക്കുന്ന, എൻ്റെ മേൽ മൂടിക്കിടക്കുന്ന, അല്ലയോ സാത്താൻ പറയും, ഞാൻ ഈ വാർഡിലേ വന്നില്ല, നീ അതും എൻ്റെ തലയ്ക്കോട്ട് വെച്ചോ. എടോ മനുഷ്യ, ദൈവമാ നിന്നെ മേഘം കൊണ്ട് മൂടിയെന്ന് പിശാചിന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന്. ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല, നീ ഒന്ന് സ്വസ്ഥമാകാൻ. കാരണം ശുശ്രൂഷയുടെ ഭാരം മോശയുടെ അകത്ത് ഇങ്ങനെ തകർക്കപ്പെട്ട്, എന്താ പിറുപിറുപ്പ് ഒരു കോണിക്ക്, കല്ലെറിയുന്നവരൊരു കോണിക്ക്, കസേറ വലിക്കാൻ ഒരു കോണിക്ക്, ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. എല്ലാവരും ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നുകൊണ്ട് മോശയെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ യഹോവ പറഞ്ഞു, എൻ്റെ മേഘത്തിനകത്ത് 6 ദിവസം ഇരിക്കെ എനിക്ക് നിന്നെ ചിലത് ഏൽപ്പിക്കാനുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2024 ചില അഭിഷിക്തരെ ദൈവം വിളിക്കുകയാ. താഴ്വര വിട്ട് പർവ്വത മുകളിലേക്ക് ദൈവത്തോടുകൂടെ ഇരിക്കാൻ. സ്തോത്രം. അത് കഴിഞ്ഞു, ആ പ്രശ്നം പരിഹരിച്ചു. ഇതിവിടെ മേളിൽ അതിനെല്ലാം പരിഹാരം വന്നുകൊണ്ടിരിക്കുമ്പോ ഈ അഹരോൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി. എന്നാന്നറിയാമോ? ഈ പുള്ളിയുടെ ഈ നീളക്കുപ്പായത്തിനകത്ത് ഒരു ഉളി ഉണ്ടായിരുന്നു. എന്തോ ഉണ്ടായിരുന്നു? ഇല്ലേ, പിന്നെ ഇത് എവിടുന്ന് വന്നു? പുള്ളി പറഞ്ഞേ, എന്തുവാ ഇവർ ഇതെല്ലാം കൂടെ പറിച്ചു തന്നു, ഞാൻ തീക്കകത്തോട്ടിട്ടു, കാളക്കുട്ടി വന്നു, ഞാൻ കൊത്തുളി കൊണ്ട്. അഹരോനെ, പെസഹ കുഞ്ഞാടിന്റെ മാംസം കയ്പ് ചീരയോടുകൂടെ തിന്ന് അർദ്ധരാത്രിയിൽ നായുടെ വായടച്ച് നിന്നെ അവിടുന്ന് പുറപ്പെടുവിച്ചോണ്ട് വന്നപ്പോ വേണ്ടാത്തതൊന്നും നിന്റെ കയ്യിൽ കാണരുതെന്ന് യഹോവ പറഞ്ഞതല്ലേ? എന്തേ ഉളി മിസ്രൈമിൽ ഇട്ടിട്ട് പോരാഞ്ഞത്? ഞാൻ ചോദിച്ച, അഹരോനെ, ചെങ്കടൽ കയറിയപ്പോഴും എന്തോ ഉണ്ടായിരുന്നു? ചെങ്കടലിനകത്തൂടെ നടന്നപ്പോഴും ഈ നീളക്കുപ്പായത്തിൻ്റെ ഈ പോക്കറ്റ് വലുതാണല്ലോ, അതിനകത്ത് എന്തോ കിടന്നു? ഉളിയുണ്ടായിരുന്നു. അല്ലേ പിന്നെ നിങ്ങൾ പറ, എവിടെ പാത്ത് വെച്ചിത്? ഞാൻ ആലോചിച്ചപ്പോ കിട്ടിയത് ഇതാ. കണ്ടില്ല. ഒരു 7 ഇരുന്നു, ഒരു 40 ഇരുന്നു. മോശ കൂടുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, ഉളി വെളിപ്പെട്ടില്ല. കൂടെ നടന്ന് ശുശ്രൂഷയ്ക്ക് ഭാരം വരുത്തുന്ന ചില അഹരോന്മാരുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉളി വെളിപ്പെടുത്തി മുറിവേൽപ്പിക്കുന്ന, ജനത്തെ കെട്ടഴിച്ചു വിടുന്ന രാധാമാന അതൽഖരാധന. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഈ സ്റ്റൈല് പോരാന്ന് അഹരോനൊരു തോന്നലേ. പിന്നെന്തോ വേണം? ആരാധനയുടെ സ്റ്റൈല് മാറ്റി. എന്തുവാ? ആരാധന ആഘോഷമല്ല, ആർഭാടമല്ല, ലോകത്തിന്റെ യാതൊരു മെത്തേഡുമല്ല. ആരാധന യാഗമാണ്. യാഗം വെട്ടണം, നുറുക്കണം, തൊലിയുരിയണം, ഖണ്ഡം ഖണ്ഡമായി വെക്കണം.
ഹല്ലേലൂയ. ദൈവം മോശയ്ക്ക് ആലോചന കൊടുക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്യം എഴുതി, ഭോജനയാഗത്തിന് വരുമ്പോൾ യാഗത്തിൽ തേൻ ചേർക്കരുത്. ഇന്ന് തേനേ ഉള്ളൂ. റോമാലേഖനം 12:1-2. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ അപ്പൊ ആരാധനയിൽ എന്തോ വേണം? ബുദ്ധിയുടെ വേണം. അങ്ങ് ആരാധനയെ ബുദ്ധി കയറി ഭരിക്കല്ലെന്നേ ഉള്ളൂ. തലേന്ന് തുണി പോയാൽ അറിയണം, ചാടിച്ചാടി ഇങ്ങോട്ട് പോയാൽ അറിയണം, ഇവിടുന്ന് ചാടിച്ചാടി അങ്ങോട്ട് പോയാൽ അറിയണം. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി അർപ്പിപ്പീൻ. ശുശ്രൂഷയ്ക്ക് ഭാരം വരുത്തിയ അഹരോൻ, സ്തോത്രം, ആരാധനയുടെ ഷേപ്പ് മാറ്റി. പണ്ട് ഫറവോനെ വെല്ലുവിളിച്ച് ചാടിയതാ. എന്തുവാ? മരുഭൂമിയിൽ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക. ഇന്ന് ആ സ്റ്റൈലൊക്കെ മാറി. തിന്നാനും കുടിക്കാനും ഇരുന്നു ആ പരുവത്തിലായി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആരാധന? എന്നെ അടിപൊളിയായിരുന്നു. ലജ്ജയുണ്ടോ ആ പദം പറയാൻ? മേലാൽ ആ പദം പറയരുത്. അടിപൊളിയല്ല ആരാധന, ആഘോഷമല്ല ആരാധന, ആർഭാടമല്ല ആരാധന, ജഡീകമല്ല ആരാധന. ഹല്ലേലൂയ. കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി മാറിയെങ്കിൽ അവന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത്. അവന്റെ രക്തമാണ് നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടത്. ജീവന്റെ പുതുവഴി അവൻ നമുക്കായി തുറന്നു തന്നു എങ്കിൽ ഈ മോശയ്ക്ക് പിന്നൊരു കൂട്ടൊരു തലവേദന ഉണ്ടായിരുന്നു. ആരാന്നറിയാമോ? അതിനെക്കാട്ടിൽ മുന്നേ വേറൊരു കൂട്ടരുണ്ട്. വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ച കുറേ എണ്ണം എല്ലാം പോയി. ഇതാണ്ട പോയി. എന്തുവാ ഞാൻ പറഞ്ഞേ? സംഖ്യാപുസ്തകം 11 കിടപ്പുണ്ട് കേട്ടോ. അവര് ചോദിച്ചു, ഇതെന്നാ എപ്പോഴും ഈ മന്ന? ഇതെന്നാന്ന് ചോദിച്ചു. ഇനി മന്നാന്ന് പേര്. ഇതെന്നാ എന്നാന്ന് കുറേ നാൾ ചോദിച്ചപ്പോൾ ഇപ്പം പിന്നെ എന്തോ പേരിട്ടു? മന്നാന്ന് പേരിട്ടു. ദൈവം പറഞ്ഞില്ല മന്നാന്ന് പറഞ്ഞു. ഇല്ല, നമ്മളിട്ട പേരാ. ഇത് അതുപോലെ എടുത്ത് വിഴുങ്ങരുതെന്ന. എന്നാ കുഴപ്പമെന്നറിയാമോ? ഈ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ച ഒരു കൂട്ടരുടെ കുഴപ്പം എന്നാന്നറിയാമോ? മന്ന തിന്നണ്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇടിച്ച് അതെങ്ങനെയാ? രാത്രി 3 മണി കഴിഞ്ഞേ പുതപ്പിനകത്തെ മിന്നാമിന്നുവട്ടം പോകത്തുള്ളൂ. പിന്നെ മന്ന ഇടിക്കാൻ എവിടാ നേരം? പിന്നെ വെളുപ്പിനെ വെയിലുറച്ച് അങ്ങകത്ത് കയറിയാലും എണ്ടിക്കുമോ? ഇനിയും സ്വോത്രം തീരെ കുറയും. ശുശ്രൂഷയുടെ ഭാരം. ഹല്ലേലൂയ. മന്നയെ അധിക്ഷേപിച്ച, മന്നയെ നിസ്സാരവൽക്കരിച്ച ജനം മരുഭൂമിയിൽ ചത്തുവീണു. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ദൈവത്തിന്റെ വചനം ആഴത്തിൽ ഗ്രഹിക്കുവാൻ, അതിന്റെ പവർ ദൃശ്യലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഓരോ ദൈവത്തിന്റെ പൈതലും ഈ ദൈവം പറഞ്ഞ വചനം കേട്ട് ആഴ കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനായി മാറണം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, കാറ്റടിച്ചു, അലകൾ പൊങ്ങി, മഴ പെയ്തു, എല്ലാം ഉലയ്ക്കുന്ന അനുഭവത്തിൽ വന്നെങ്കിലും വചനത്തിന്റെ അടിസ്ഥാനമുള്ള ഒരു ദൈവത്തിന്റെ പൈതൽ
ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ തന്നെ കാണും. വരും നാളുകൾ അത്ര ശുഭകരമല്ല, ശുഭകരമല്ല. വചനം നമ്മുടെ അകത്തു വേണം. വചനം തലച്ചോറിലല്ല വേണ്ടിയത്, വചനം നമ്മുടെ അകത്തു വേണം. ശുശ്രൂഷ ഭാരം. മോശയ്ക്ക് പിന്നൊരു തലവേദനയായിരുന്നു പെങ്ങള്. അവൾ സാക്ഷി പറയാൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നാൽ മോശയെ അങ്ങ് ഊശിയാക്കും. അവൾ പറയുന്നത് എന്താണെന്നറിയാം? ഞാനില്ലായിരുന്ന നീ ഒരു ചുക്കും ഇല്ലായിരുന്നു. ഞാനായിട്ടാടാ നിന്നെ എന്തോ ചെയ്തത്. രാജാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ച് ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ ചെന്ന് ഞാങ്ങനെ വെട്ടിക്കൊണ്ട് വന്ന്. നമ്മളിവിടെ 10 മാസത്തെ കഥ പറഞ്ഞ് പിള്ളേരുടെ നിന്ന് കാശ് പേടിപ്പിച്ച് വാങ്ങിക്കുമല്ലോ. എടാ നിന്നെ ഞാൻ എന്തോ ചെയ്തു? ഞാൻ അന്നേരം ചോദിക്കാം, അങ്ങനത്തെ അമ്മമാരോട് ഞാൻ ചോദിക്കാം, ആന 2.5 കൊല്ലം കൊണ്ട് നടന്നു, അപ്പം അതിന് എത്ര നാൾ കൊടുക്കണം? ആനേ നമുക്ക് ഈ 10 മാസത്തെ എന്ത് കണ്ണുനീരതിന് വെറുതെ കളയുന്നതെന്നറിയാമോ? ഇതിവനെ അറിയത്തില്ലയോ? അറിയാം. ഈ മിറിയാം കയറി നിന്നോണ്ട് നാത്തൂൻ പോരെ, എന്തോ പോരെ, കണ്ടോ ആത്മാവും പോയി, എല്ലാം പോയി. ചുമ്മാ കൈകൊട്ടിട്ട് കാര്യമില്ല. ബന്ധങ്ങൾ ക്ലിയർ ആകണം. ബന്ധങ്ങൾ ക്ലിയർ ആകണം. നാത്തൂൻ പോര്. ഈ ആരാധനയ്ക്ക് മുന്നിലും വീട്ടിൽ ചെല്ലുമ്പം വെറും നാത്തൂനാവും. ആരാധിക്കാൻ വരുമ്പോ എന്തോ പാടുന്നേ? ശത്രു സൈന്യം ഒന്നാകാവേ. ചിഞ്ചിലൊക്കെ അങ്ങോട്ട് അമ്മാമയങ്ങ് തകർക്കല്ലേ. വീട്ടില് സിപ്പോറയെ കാണുമ്പോ കവിളത്ത് വയറ് വരും. 2 കഞ്ഞി 2 കൂട്ടാൻ. ഇതുവഴി കയറി വരുമ്പോ ഇതുവഴി പോവും. ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രമീകരണം പ്രാപിച്ചോണം. മിറിയാമേ, നീ ആരാധനയ്ക്ക് മുൻപന്തിയിലാന്നേലും അഭിഷിക്തന് തലവേദന ഉണ്ടാക്കരുത്. ജനത്തിന്റെ നന്മയെ തടയരുത്. ജനത്തിന്റെ വഴി തടയരുത്. പാളയത്തിൽ 7 ദിവസം അടച്ചിടേണ്ടി വരുന്ന അവസ്ഥ നീ ഉണ്ടാക്കരുത്. ശുശ്രൂഷ ഭാരം. ഇവിടെ എല്ലാം ഞരങ്ങുന്നതാരാ? മരുഭൂമിയിലെ സഭ 7 ദിവസം ചലിക്കാൻ വയ്യാതെ എവിടെ കിടന്നു? ഒരമ്മാമ്മ വിചാരിച്ചാൽ, ഒരു മിറിയാം വിചാരിച്ചാൽ സഭയെ 7 ദിവസം എന്ത് ചെയ്യാം? ഒരിടത്ത് അടച്ചിടാം. പെണ്ണൊരുമ്പെട്ടാലെന്നാ, ഒരുമ്പെടണ്ട കേട്ടോ. മിറിയാമേ, നീ ചെയ്തതൊന്നും മോശ എഴുതി വെച്ചില്ലെങ്കിലും നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ മീഖ എന്ന പ്രവാചകൻ പേന കയ്യിലെടുത്തപ്പോൾ യഹോവയുടെ അരുളപ്പാട് അവന്റെ മേൽ വന്നു. 6:4 മീഖ 6:4 എന്താ വന്നത്? ഇസ്രായേൽ ജനത്തിന്റെ നടുവിലേക്ക് മോശയോടൊപ്പം അഹരോനോടൊപ്പം മിരിയാമിനെയും ഞാൻ അയച്ചു. ഓർക്കേണ്ടവർ മറന്നപ്പോൾ, സ്തോത്രം, അവിടെ വ്യാകുലപ്പെടേണ്ട. അവിടെ നീ ജഡം വെളിപ്പെടുത്തണ്ട. അവിടെ നീ വെറും നാത്തൂനാകേണ്ട. നിന്നെ ഓർക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ ചെയ്ത ശുശ്രൂഷകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ശുശ്രൂഷാഭാരം, പാപഭാരം, ജീവിതഭാരം, ശുശ്രൂഷാഭാരം. പിന്നെ മുമ്പേ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ 2-3 ഗ്രൂപ്പുണ്ട്. ദാദാൻ, അബീരാം, കോരഹ്. അറിയാമല്ലോ കഥകൾ. എഴുന്നേക്കാൻ നോക്കിയിരിക്കുക കസറയ്ക്ക്. അത് നിമിത്തം എങ്ങോട്ടും ഒന്ന് പോകാൻ ഒക്കത്തില്ല. ഗൾഫിലൊക്കെ വിളി വന്നാൽ പോകാനൊക്കത്തില്ല. കോരഹും ദാദാനും അബീരാമും സഭയിലുള്ളിടത്തോളം കാലം എങ്ങനെ ഇട്ടേച്ച് പോകും. 3 മാസത്തേക്ക് വരുമ്പോൾ ഹൈജാക്ക് ചെയ്തതിൽ എന്തോ ചെയ്യും? അതുമില്ല ഇതുമില്ല. അതുകൊണ്ട് പോകുന്നില്ല. ഇനി ഒന്നും പറയുന്നില്ല ഞാൻ. ഇനി പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ
ശുശ്രൂഷയുടെ ഭാരം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. പലക തല്ലി പൊട്ടിക്കല്ലേ. ഭാരം കൂടുമ്പോൾ നീ പലക എറിഞ്ഞുടയ്ക്കല്ലേ. പണിതതിനെ ഒന്നും ഇടിച്ചു പൊടിക്കല്ലേ. പലക പോയാൽ പിന്നെ അതുപോലൊരു 40 നീ ഇരിക്കേണ്ടി വരും. മാത്രമല്ല, ദൈവം ആദ്യം പണിതെടുത്ത സ്കെച്ചും പ്ലാനും പോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി അതും കൊണ്ട് കയറണം. ആദ്യം പോയപ്പോൾ പലക ചുമക്കണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ചുമക്കണോ? വേണ്ട. രണ്ടാമത് പോകുമ്പോൾ എന്തോ ചെയ്യണം? 2 വലിയ കൽപ്പലകയും തൊലേ വെച്ചോണ്ട് പർവ്വതം കയറാൻ മോശേ നിനക്ക് കഴിയുകയില്ല. കയ്യിൽ തന്നത് ഉടയ്ക്കല്ലേ. ശുശ്രൂഷ ഉടഞ്ഞു പോവല്ലേ. ദാവീദ് പറഞ്ഞു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദൈവത്തോട് പറ്റി നിന്ന് ശുശ്രൂഷകാലം തികയ്ക്കേണ്ടതിന് നോക്കുക. ഒരു സെക്കരിയാവിന് ആലയത്തിൽ വെച്ച് അവന് മൗനതയുണ്ടായെങ്കിലും അവിടെ ഒരു കൊച്ചു വാക്യം എഴുതിയിരിക്കുക, മൗനമായിട്ടാണ് നിൽപ്പെങ്കിലും അവൻ്റെ ശുശ്രൂഷാകാലം തികച്ചു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ജീവിതഭാരം, പാപഭാരം, ശുശ്രൂഷാഭാരം ആരോടും പറയാതെ അഭിഷിക്തർ പലരും സഭയുടെ ശോചനീയമായ അവസ്ഥ കണ്ട്, അല്ലെങ്കിൽ സഭയ്ക്കകത്തെ വേദനയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ നീ ഭാരപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്ന അഭിഷിക്തനെ, നിന്റെ ശുശ്രൂഷ നിന്റെ അകത്തു പകർന്ന ആത്മാവിൽ കുറെ എടുത്ത് വേറെ 70 പേർക്ക് കൊടുക്കത്തക്ക പ്രാർത്ഥന നീ പ്രാർത്ഥിക്കരുത്. ഈ ശുശ്രൂഷ വിജയകരമായി പൂർത്തീകരിക്കാൻ കൃപ ചോദിച്ചാൽ മതി. നീ എന്നെ വലച്ചതെന്തെന്ന് ചോദിക്കരുത്. എനിക്കിത് ഭാരമാകുന്നെന്ന് പറയരുത്. നിന്റെ അകത്തെ അഭിഷേകം കുറെ എടുത്ത് മാറ്റും. വേണ്ട. സ്തോത്രം. ഒന്ന് ദൈവസന്നിധിയിൽ ഹൃദയം താഴ്ത്താമോ? താവേ, എന്റെ ഭാരം ഞാൻ നിന്റെ ചുമലിൽ ഇടുകയാ. എനിക്ക് അടക്കാൻ വയ്യാത്തതിനെ ഞാൻ നിന്റെ കയ്യിലോട്ട് തരികയാ. മത്സരിക്കുന്ന ഒരു കൂട്ടത്തെ, എതിർക്കുന്ന ഒരു കൂട്ടത്തെ, ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീടിനകത്ത് പോരാടുന്ന ജഡീക ശക്തിയെ ഞാൻ അങ്ങയുടെ കയ്യിലോട്ട് തരികയാ. ഇതേറെ മുന്നോട്ട് പോകാൻ ഇടയാകരുത്. ഞാൻ പരാതി പറയാൻ ഇടയാകരുത്. ഞാൻ പരിഭവിക്കാൻ ഇടയാകരുത്. നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ. എലിയാവേ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. പേടിച്ചിരിക്കണ്ട. വാക്കുകളുടെ ഭാരത്താൽ ബന്ധിക്കപ്പെട്ട് ചൂരച്ചെടിയുടെ കീഴിൽ അവസാനിക്കാൻ അല്ല വിളി. എഴുന്നേൽക്ക്, ചിലത് ഏറ്റെടുക്ക്. നിനക്കൊരു പുതിയ വഴി നിന്റെ മുൻപിലുണ്ട്. ഇന്ന് രാത്രി സകല മേഖലകളിലും ദൈവം ഇടപെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.